പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷം മത്തായിയുടെ സുവിശേഷം 4:16. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അതായത് ഈശോനെ കുറിച്ച് പറയണേ. ഈശോ കഫർനാമിൽ എത്തിയപ്പോഴും പറഞ്ഞതാണത്. ഈ മരണത്തിന്റെ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾക്കാരെല്ലാം ഇങ്ങനെ ഷോക്കടിച്ച് മരിച്ചു വീഴുന്ന മേഖലയാണ്. അതൊന്നുമല്ല. മരണത്തിന്റെ മേഖല എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ മേഖലയാണ്. എന്താണ്? പാപത്തിന്റെ ശമ്പളം, വേതനം, മരണം. റോമ 6:22. പാപത്തിന്റെ വേതനം മരണമാണ്. അപ്പൊ മരണത്തിന്റെ മേഖല എന്ന് പറയുമ്പോൾ എന്തിന്റെ മേഖലയാണ്? പാപത്തിന്റെ മേഖലയാണ് മരണത്തിന്റെ മേഖല. ഇപ്പൊ പാപത്തിന്റെ മേഖലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെറിയ പാപം ഉണ്ടായാൽ മതി, ആ പാപമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഈ വാഴ വിത്ത് പോലെയാണ് പാപം. ഒരു വാഴയ്ക്ക് കുറേ വിത്തുണ്ടാവും അല്ലേ? അതുപോലെ ഒരു പാപത്തിന്, ഒരു തലപ്പെട്ട പാപത്തിന് കുറേ കുഞ്ഞു പാപങ്ങളുണ്ടാവും. അത് പാപത്തിൻ്റെ മേഖല എന്ന് പറയണത്. ഇപ്പം എനിക്ക് പാപത്തെക്കുറിച്ച് പറഞ്ഞാൽ അത്ര ഇഷ്ടമുള്ള ആളല്ല. എന്നുവെച്ചാൽ ഞാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ശുശ്രൂഷകനാണ്. പ്രവാചകനല്ല, ശുശ്രൂഷകൻ. അപ്പം അതുകൊണ്ട് എന്നാലും ഞാൻ നിങ്ങൾ പറയുകയാണ്, നിങ്ങളെ ഈ അന്ധകാരത്തിൽ പാപകരമായ ജീവിതത്തിൽ ജീവിക്കുന്ന ആൾക്കാരില്ല. അങ്ങനെ ജീവിക്കുന്ന ഒത്തിരി പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം എന്ത് പറ്റുക? അവരതിൻ്റെ അകത്ത് അടിപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു മേഖലയായി മാറും. ആദ്യം ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അത് മേഖലയായി മാറും. അപ്പം അങ്ങനെ മേഖലയായി മാറിയ കുറേ ആൾക്കാരുണ്ട് ബൈബിളിൽ. ആ മേഖലകൾ മുഴുവനാണ് കർത്താവ് ഏറ്റെടുക്കുന്നത്. അതിനാണ് ഈ അന്ധകാരത്തിലുള്ള ജനം ഒരു പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിൽ, അതായത് പാപത്തിൻ്റെ 4:16 പാപത്തിൻ്റെ മേഖലയിൽ താമസിക്കുന്നവർക്ക് ഒരു ദീപ്തി ഉദയം ചെയ്തു. എന്നുവെച്ചാൽ ഇരുട്ട് മാറി. പാപത്തിന് ഇരുട്ടെന്നാണ് വിളിക്കണത്. അതുകൊണ്ടല്ലേ യോഹന്നാൻ പറയണത്, വെളിച്ചത്തെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 1:4-5. യോഹന്നാൻ 1:4-5. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. അതാണ് സംഭവം. പാപത്തിന്റെ അന്ധകാരത്തിരിക്കുന്നവരും മരണത്തിന്റെ മേഖല എന്ന് പറയുന്നത് എന്താണ്? പാപത്തിന്റെ മേഖലയാണ്. പാപത്തിന്റെ മേഖല എന്താണ്? അവർക്കൊരു ദീപ്തി ഉദയം ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടിൽ ഒരു പ്രകാശം. അപ്പോൾ ആ ഇരുട്ട് എന്താണ്? പാപം തന്നെയാണ്. അതുകൊണ്ടാണ് പറയണത്, അതിനെ കീഴടക്കാൻ ഇരുട്ടിന് കഴിഞ്ഞില്ലെന്ന്. അതായത് എൻ്റെ ദൈവത്തിലെ നീ ഒരു പാപാവസ്ഥയിലാണെങ്കിലേ, ഞാൻ പാപിയാണെന്ന് എൻ്റെ വീടാതെന്ന് എപ്പോഴും ഇങ്ങനെ എൻ്റെ നെഞ്ചത്തിടിച്ച് നടക്കേണ്ട കാര്യമില്ല. നീ എന്ത് ചെയ്യണമെന്ന് അറിയാം. അതാവും പശ്ചാത്താപമൊക്കെ ഉണ്ടാകണം. പക്ഷേ നീ ദൈവസ്നേഹം, ഞാനേ കുമ്പസാരിക്കാൻ വരുന്നവരൊക്കെ ഞാൻ പറയേ, ദാറ്റ്സ് ഓക്കെ. അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ പാപങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഐ നോ ഇറ്റ്. ഇപ്പോൾ നിങ്ങൾ ഓവറായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് ആഗ്രഹപ്പെടേണ്ട. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? സൽപ്രവൃത്തികൾ നിങ്ങൾ ചെയ്യണം. ഇരുട്ട് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണത്? ഇപ്പോൾ രാവിലെ ഭയങ്കര ഇരുട്ടല്ലേ രാവിലെ, പക്ഷേ സൂര്യൻ ഉദിച്ചു വന്നപ്പോൾ ഇരുട്ട് എവിടെ പോകുന്നത് കണ്ടില്ല. അതുപോലെ തന്നെ പാപത്തിന് സംഭവിക്കണേ. അതേ ക്രിസ്തു ഉദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൽപ്രവൃത്തികൾ പെരുകി വരുമ്പോഴേ പാപത്തിൻ്റെ ഇരുട്ടുകൾ മാറി വരും. അപ്പോൾ നിങ്ങൾ ഇരുട്ടിനെ ഫോക്കസ് ചെയ്യേണ്ട, വെളിച്ചത്തെ ഫോക്കസ് ചെയ്യണം. പാപത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് വിഷമാകേണ്ട, സൽപ്രവൃത്തി ദൈവസ്നേഹ പ്രവൃത്തികൾ വർദ്ധിപ്പിക്കണം. അപ്പോൾ താനെ പാപം ചെയ്യാനുള്ള പ്രവണത തന്നെ അസ്ഥിരപ്പെട്ട് പോയിക്കൊള്ളും. അനുദിന അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് വരാം. കർത്താവേ, ഇന്ന് ഞായറാഴ്ച ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ, ദേവാലയത്തിൽ ഉത്തരവാദിത്തം കഴിഞ്ഞാൽ മനുഷ്യർ മുഴുവൻ ഉത്തരവാദിത്തം ചെയ്യുന്ന ദിവസമാണിത്. ശരിയോ തെറ്റോ എന്നതിനേക്കാളുപരി മനുഷ്യൻ്റെ ജീവിതാവസ്ഥകൾ അങ്ങനെയായിപ്പോയി. കർത്താവ്, എങ്കിലും കർത്താവ് പരമാവധി അങ്ങിലേക്ക് കടന്നു വന്ന് വചനം വായിക്കുവാനും ദൈവികമായ കാര്യങ്ങൾ നിർവഹിക്കുവാനും അങ്ങയുടെ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലോകകാര്യങ്ങൾ ചെയ്യാനും ദൈവത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോലും കർത്താവെ ഞായറാഴ്ച ഉപയോഗിക്കുന്നവരുണ്ട്. അവരെല്ലാം അങ്ങ് അനുതാപത്തിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതമാർഗങ്ങൾക്ക് വേണ്ടി, നാളെയുള്ള ജീവിതമാർഗങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്നവരുണ്ടെന്ന്. ലീവിന് വീട്ടിൽ വന്നിട്ട് ഒരു ദിവസത്തെ ലീവാണ് കിട്ടുന്നത്. ബന്ധുക്കളെയും സ്വന്തപ്പെട്ടവരെയും ഒക്കെ കാണാം, ആശുപത്രിയിലൊക്കെ പോകാം, എല്ലാവരെയും കാണാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ ഹോംവർക്കുകൾ ചെയ്ത് തീർക്കാം, റെക്കോർഡ് എഴുതി തീർക്കാം. അതുപോലെ തന്നെ പല പ്രോജക്റ്റുകൾ അരിയർ കിടക്കുന്നുണ്ട്, അതെല്ലാം എഴുതി തീർക്കാം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്.
കർത്താവ് എങ്കിലും മൊബൈലിൽ നോക്കിയിരിക്കുന്ന കുറേ സമയം കാണുന്ന ആൾക്കാരുണ്ട്. കർത്താവ് ഇവരെ എല്ലാം നീ സന്ധിക്കണം. അവരെല്ലാം കർത്താവെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ആവശ്യമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണ പ്രാർത്ഥിക്കുന്ന ഈശോ. ഞായറാഴ്ച ആയിട്ട് പോലും കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തുണ്ട്. ഒരു വണ്ടിയോ ആരെങ്കിലും കൂടെ കൊണ്ടുപോകാനോ ഇല്ലെങ്കിൽ കുർബാനയ്ക്ക് പോകാൻ പറ്റത്തില്ല. മുതിർന്നവരെ പ്രയാസപ്പെട്ടിരിക്കുന്നവരെ കൊണ്ടുപോകാൻ ചെറുപ്പക്കാർക്ക് വീട്ടിലോട്ട് താല്പര്യമില്ല. അവർ കുർബാന കൂടും, പക്ഷേ ആരെയും കൊണ്ടുപോകത്തില്ല. കർത്താവ് അതുകൊണ്ട് സങ്കടപ്പെട്ട് വീട്ടിലിരിക്കുന്നവരുണ്ട്. അവർ ടി വിയിലെ കുർബാനയാണ് പലപ്പോഴും കൂടുന്നത്. എന്തുമായിക്കോട്ടെ ഈശോയെ, അവർക്കൊക്കെ ഒരു അവസരം കിട്ടാൻ കർത്താവ് അവരുടെ വീട്ടിലൊരുത്ത് തേങ്ങ സഹിച്ചാണെങ്കിലും അവരെ വണ്ടിയിലാണെങ്കിലും ഓട്ടോറിക്ഷയിലാണെങ്കിലും കൊണ്ടുപോകാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കുന്ന ഈശോയെ, അങ്ങയുടെ ആൾത്താരെ കാണാനും അങ്ങയുടെ പള്ളി കാണാനും ഒരിക്കലും അവർക്ക് അവസരം ഉണ്ടായിരുന്നു. അവരൊത്തിരി ജീവിച്ചതാണ് പള്ളിക്ക് വേണ്ടി. കർത്താവിൻ്റെ ആലയം കാണുമ്പോൾ തന്നെ അവിടെ മനസ്സ് കോരിത്തിരിക്കും. അങ്ങനെയുള്ളവർ പള്ളി മുട്ടിപ്പോയ ആൾക്കാർ തിരിച്ച് പള്ളിയിലേക്ക് ഒരു കാഴ്ച കാണാൻ, വാർദ്ധക്യ കാലമാണെങ്കിലും ഒരു കാഴ്ച കാണാൻ ഇടയാക്കണം ഈശോയെ. അങ്ങനെ മക്കൾ കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. മാതാപിതാക്കന്മാരെ പള്ളിയിൽ കൊണ്ടുപോകുന്നുണ്ട്. എന്ത് പ്രയാസം മല കയറിയും സ്റ്റെപ്പുകൾ കയറിയും കൊണ്ടുപോകുന്നവരുണ്ട്. അവരെല്ലാം കർത്താവ് മൊത്തം നിറച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണ് നിങ്ങളേക്ക് ആവശ്യിക്കട്ടെ. കർത്താവെ, അകലങ്ങളിൽ താമസിക്കുന്ന അന്യ രാജ്യങ്ങളിലും അന്യ ദേശങ്ങളിലും താമസിക്കുന്നവരുണ്ട്. അവർക്ക് ഞായറാഴ്ച പള്ളി അടുത്തില്ലാത്തവരുണ്ട്. അവരെല്ലാം അമ്മമാരവരെ വിളിക്കുമ്പോഴേ അവർ കുർബാനയുടെ കാര്യം പറയാനുള്ള ചങ്കൂറ്റ അമ്മമാർക്കുണ്ടാകണം. അല്ലെങ്കിൽ പിന്നെ നീ അമ്മയായിട്ട് കാര്യമില്ല, നീ വെറും തള്ള, പ്രസവിച്ച് കൂട്ടുന്ന തള്ള മാത്രമാണ്. അങ്ങനെ വരാതിരിക്കാൻ നീ എല്ലാ മക്കളും, നിന്നിൽ നിന്ന് അകന്നിരിക്കുന്ന എല്ലാ മക്കളും നീ വിളിക്കണം. അവർ കുർബാന കൂടിയോ, ഇന്ന് ഞായറാഴ്ചയാണല്ലോ എന്ന് ദൈവസ്നേഹത്തോടെ അവരെ സൗമ്യദേവ നീ ഓർപ്പിക്കണം. നിൻ്റെ കണ്ണടയുന്നവരെ നീ അത് ഓർപ്പിക്കേണ്ടി വരും. കാര്യം നീ നിന്നെ അമ്മയാക്കുന്നത് അതാണ്. നീ ദൈവത്തിൻ്റെ അമ്മയാണ്. മാതാവിൻ്റെ ജോലിയാണ് നീ ഭൂമി ചെയ്യേണ്ടത്. ക്രിസ്തുവിനെ നിൻ്റെ മക്കളിൽ വളർത്തിയെടുക്കുക എന്നുള്ള ജോലി, അത് വലിയൊരു ജോലിയാണ്. അത് ചെയ്താൽ പിന്നെ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കർത്താവിൻ്റെ തിരുസേന നിനക്ക് നിലനിൽപ്പ് കിട്ടും. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. എൻ്റെ മക്കളുടെ എല്ലാം ഇനി കുറേ ആവശ്യങ്ങൾ വരുന്നുണ്ട്, കുറേ ഉത്തരവാദിത്തങ്ങൾ വരുന്നുണ്ട്. ചില ദിവസങ്ങൾ ഓർത്ത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നോർത്ത് നീ വിഷമിക്കുന്നുണ്ടാകാം. നിന്നെ ഇപ്പം കർത്താവ് തണുപ്പ് പോലെ ആശീർവദിക്കും. ഞാൻ മാതാവ് എൻ്റെ നാക്കിൽ കയ്യെ പിടിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ തോന്നിയിരിക്കുന്നത് ഭയങ്കരമായ സുഖദമായ തണുപ്പാണ്. അതുപോലെ ദൈവം നിന്നെ തണുപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഏതെങ്കിലും വിഷയത്തെ ഓർത്തോ, ഏതെങ്കിലും വ്യക്തികളെ ഓർത്തോ, നീ ഏതെങ്കിലും സംഭവത്തെ ഓർത്തോ, അല്ലെങ്കിൽ നിൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു കയ്യബദ്ധം ഓർത്തോ, അത് മറ്റുള്ളവർ അറിഞ്ഞു പോയിട്ടുണ്ടല്ലോ, അത് കേസാകുമല്ലോ, അല്ലെങ്കിൽ നിന്നെ ആക്ഷേപിക്കുന്ന ഓർത്തോ നീ എന്തെങ്കിലും തരത്തിൽ വിറങ്ങലിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിലെ ഇപ്പം നിന്നെ ആശീർവദിക്കണം. അമ്മയുടെ മധ്യസ്ഥ ഈശോ നിന്നെ ആശീർവദിക്കും. നിന്നെ ഒന്ന് ചുക്കും ചെയ്തില്ലാരും, നിന്നെ അനുഗ്രഹിച്ചിരിക്കും, നിന്നെ നീ അതിജീവിക്കും, നീ ദൈവത്തിനെ കൊണ്ട് ജീവിക്കും, നീ ദൈവത്തിൻ്റെ സാക്ഷിയായിരിക്കുമെന്ന് നീ സ്വന്തമായിട്ട് പറയുക. അപ്പോൾ കർത്താവ് നിന്നെ കേസിൽ കുടിക്കവരുണ്ട്. അവരുടെ മുമ്പിൽ കൂടി നീ അഭിമാനത്തോടെ കൂടി നീ ദൈവത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലം ഉണ്ടാകും. ആ ദൈവസ്ഥത്തിൽ നമ്മൾ നോക്കി പാർക്കുകയാണ്. ദൈവത്തിൻ്റെ വസ്തു വിൽക്കാത്തവർ വസ്തു തട്ടിച്ചെടുക്കുന്നവരുണ്ട്. അതുപോലെ കൈമോശം വന്നിട്ട് ഇന്ന് ആ വസ്തു നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ എന്ത് മോശമായിപ്പോൾ അത് വിറ്റതെന്ന് ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാറുന്നവരുണ്ടാകും. നിങ്ങൾ പഴികളൊന്നും ചാരേണ്ട കാര്യമില്ല. ദൈവം നഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് സങ്കടപ്പെടേണ്ട കാര്യമുള്ളൂ. ബാക്കി എന്ത് നഷ്ടപ്പെട്ടാലും എല്ലാം റീഫണ്ടബിളാണ്. എല്ലാം ദൈവത്തിൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് മുന്നേറുന്ന വിശുദ്ധമായ ദിവസമാണിത്. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കടങ്ങളുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കടങ്ങളുടെ പേരിൽ കേസുകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ മക്കളും ഭാര്യ ഭർത്താക്കന്മാരും മാതാക്കന്മാരും തമ്മിൽ സംസാരമില്ലാതെ ചുമ്മാ ഓരോരുത്തർ വന്ന് ഓരോ സമയത്ത് ഉണ്ടച്ചും പോകുന്നല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ അങ്ങനെയുള്ള നരകം പിടിച്ച കുടുംബങ്ങളിലേക്ക് കർത്താവിൻ്റെ പ്രകാശം വീടുന്ന സമയമാണ്. അത് നീ ഇനി പ്രാർത്ഥിക്കേണ്ട. നിൻ്റെ പ്രാർത്ഥനയേക്കാൾ ഉപരി ഈ പ്രാർത്ഥന, ഈ അനുദിന ഡെയിലി ബ്രെഡ് എന്നുള്ള പ്രാർത്ഥന കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നെപ്പോൾ അഭിഷിക്തരോട് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് നീ ഏത് ഭവനത്തിൽ ചെന്നാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കുന്ന ദൈവവേദന ഇന്ന് കർത്താവ് എനിക്കുന്ന പൗരോഹിത്വത്തിൻ്റെ യോഗ്യതയാൽ ഞാൻ നിൻ്റെ കുടുംബത്തെ നോക്കിക്കൊണ്ട്, നിൻ്റെ ഹൃദയത്തെ നോക്കിക്കൊണ്ട്, നിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട്, നിൻ്റെ ശിരസിൻ്റെ മുകളിൽ കർത്താവിൻ്റെ നാമത്തെക്കുറിച്ച് വരക്കുന്നു. നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ആർക്കും നിന്ന് തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പം കാണുന്ന എല്ലാ ഇരുട്ടുകളും, എല്ലാ തകർച്ചകളും, എല്ലാ മരവിപ്പുകളും, മഞ്ഞ് എങ്ങനെയാണ് കാറ്റിൽ തുരത്തപ്പെടുന്ന പോലെ അതുപോലെ തുരത്തപ്പെടുകയും നീ ദൈവത്തിലേക്ക് സന്തോഷിക്കുകയും കർത്താവിൽ ആനന്ദിക്കുകയും ചെയ്യുന്ന കാലമായി അടുത്ത് വന്നിരിക്കുന്നത്. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എന്തിനാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്? അഥവാ ലോകോത്തരമായ ഈ അസുലഭമായ അപൂർവമായ പ്രാർത്ഥനാരൂപം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ
ഫലമായി അതിൻ്റെ സ്ഥിരീകരണത്തിനുള്ള അനുഭവങ്ങൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ജനങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമായിട്ടാണ് ഈ അപൂർവമായ പ്രാർത്ഥന, അതായത് മരിയൻ ഉടമ്പടി പ്രാർത്ഥന നമുക്ക് ലഭിച്ചത്. എല്ലാം ഒരു വെളിപാട് പോലെയാണ്. ഇപ്പം എത്രയോ മനുഷ്യരാണ് ഈ ആഴ്ചയിൽ കൗൺസിലിങ്ങിന് വന്നത്. എത്രയോ, അതായത് സഭയുടെ എല്ലാ മലപ്പുറത്തുനിന്ന് ഇസ്ലാം മതവിശ്വാസികൾ വരെ ഇന്ന് സാക്ഷികൾ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അല്ല, അവരുടെ മതം ഉപേക്ഷിച്ച് വന്നതല്ല അവരെ, മറിച്ച് അവരുടെ ഒരു പ്രത്യേകമായ സങ്കടകരമായ സാഹചര്യത്തിൽ ഞാൻ അടുത്താറെ അദ്ദേഹം പേര് പറഞ്ഞപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. ഇതുപോലെ അനേക മക്കൾ അഭയം പ്രാപിക്കുന്നുണ്ട്. എന്താണ്, ഒരു മതവിശ്വാസത്തിനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മതജീവിതത്തിനോ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ അത്യാഹിതം പിടിച്ച ഈ ഒരു സമയത്ത് ഒരു സന്ധിപ്പിനാണ് മനുഷ്യൻ ആശ്രയിക്കുന്നത്. ഇപ്പോൾ യാക്കോബൈസുകളും CSIക്കാരും ഓർത്തഡോക്സൊക്കെ ഈ ദിവസം ഞാൻ കൗൺസിൽ ചെയ്ത സഹോദരങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ്. അപ്പം ഞാൻ ശരിക്കും 10-30 വർഷമായി കൗൺസിലിംഗ് തുടങ്ങിയിട്ട്. പക്ഷേ ഇപ്പോഴാണ് ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തോടെയാണ് വ്യാപകമായ എല്ലാ ജനപദങ്ങളും ഈ ആത്മീയ ശുശ്രൂഷാലയത്തെ സ്നേഹിക്കുകയും ഇതിലേക്ക് അടുത്തു വരികയും ചെയ്യണത്, ആശ്രയിക്കുന്നത് ശരിക്കും. കാരണം എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇടയ്ക്കത് സാക്ഷ്യം പോലെ പറയാറുണ്ട്. ഒരു 4 കൊല്ലം മുമ്പ് ഞാൻ എൻ്റെ അടുത്ത പള്ളിയിലിരിക്കുന്ന സമയത്ത് 2016 തോന്നുന്നത്, ഒരു വലിയൊരു സ്വപ്നം കണ്ട്. വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഇടയ്ക്കൊക്കെ ഞാനത് പറയുന്നുണ്ട്. ഇടയ്ക്ക് ഈ ജനങ്ങളുടെ വ്യത്യസ്തങ്ങളായ വിശ്വാസമുള്ള ആൾക്കാരുടെ അഭയം കാണുമ്പോഴേ ഒരു ഓലച്ചാപ്രയാണ്, ഭയങ്കരമായ ലളിതമായ, അല്ലാതെ ഭയങ്കരമായ ബസിലിക്ക പള്ളി പോലെയുള്ള ഒരു ഓലച്ചാപ്ര, ഒത്തിരി വീതിയും പൊക്കവും നീളവും ഉള്ള നമ്മുടെ പണ്ടത്തെ തിയേറ്ററില്ലേ, സിക്കാസ് തിയേറ്റർ പോലെ ലളിതമായ ഒരു നിർമ്മിതി. കുരിശ് പോലും അതിൻ്റെ മുഖവാരത്തില്ല. ഒരു സ്റ്റീലിൻ്റെ അക്ഷരം കൊണ്ട്, സ്റ്റീല് കൊണ്ട് ഗോഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഗോഡ്, ദൈവം. അന്ന് എനിക്ക് മനസ്സിലായതാണ്, അന്ന് ഉടമ്പടി ഒന്നും തന്നിട്ടില്ലായിരുന്നു, പക്ഷെ അന്ന് എനിക്കറിയാമായിരുന്നു എന്തോ സംതിങ് ഫോർ ഓൾ പീപ്പിൾ, സംതിങ് ഗോയിങ് ടു ഹാപ്പൻ. എല്ലാവർക്കും പറ്റുന്ന ഒരു അഭയമാകുന്ന എന്തോ ഒന്ന് ദൈവം ഇവിടെ ചെയ്യാൻ പോകുന്നുവെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഈ ഉടമ്പടി പ്രാർത്ഥന ദൈവം തന്നത്. ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി പ്രാർത്ഥന തുടങ്ങിയ കാര്യങ്ങളിൽ ഭയങ്കരമായ സഭ എന്നോട് ചോദിക്കുമായിരുന്നു വാട്ടിച്ചിട്ടെന്ന്. അപ്പോൾ എന്നോട് ഞാൻ വിശദീകരണത്തിന് വേണ്ടി ബിഷപ്പ് ഹൗസിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അതിനൊക്കെ മുമ്പ് തന്നെ അമ്മ എന്താണ് ഉടമ്പടി എന്ന് വ്യക്തമാക്കിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കുടുംബ അന്തരാളത്തിൽ പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ അപമാനം അനുഭവിക്കാൻ പോകുന്ന കാനായിലെ കല്യാണ സമയത്ത് എന്ത് ചെയ്യും എന്ന് അവർ അന്താളിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ ആ വിഷയത്തിൽ അവരറിയാതെ ഇടപെടുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ അന്താളിക്കാൻ പോലും ദൈവം ആഗ്രഹിക്കണില്ല എന്ന്. അതാണൊരു ദൈവ മനസ്സ്. ആ കാനായിലെ കല്യാണ കുടുംബത്തിൽ വിഞ്ഞ് തീർന്നു പോകുന്നത് ആ വീട്ടുകാരൻ അറിയണില്ല. അയാൾ അറിഞ്ഞു വരുമ്പോൾ അയാൾ ചിലപ്പോൾ അറ്റാക്കായി പോകും ചിലപ്പോൾ അയാൾക്ക്. കാര്യം നമുക്ക് ചോറ് തീർന്നു പോകുന്ന പോലെയുള്ള ഒരു അപമാനകരമായ പ്രശ്നമാണ്. 100 പേര് ചോറ് കഴിക്കാതെ കല്യാണത്തിന് വന്നവർ നമ്മുടെ വീട്ടിൽ നിന്ന് പോയാൽ എന്തൊരു അപമാനമായിരിക്കും. അപ്പോൾ ആ ഒരു അന്താളിപ്പിൽ പെട്ടെന്ന് ഒരു മിന്നൽപ്പിടുത്തം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ മനുഷ്യൻ്റെ വായിൽ നിന്ന് പതചാടും. പിന്നെ അയാളെ കുഴഞ്ഞ് താഴെ വീഴും, ചിലപ്പോൾ ചത്തും പോവും. ഹൈ പ്രഷറൊക്കെ ഉള്ളവരും ഹാർട്ട് അറ്റാക്ക് ഉള്ളവരൊക്കെ അങ്ങനെയല്ലേ, പെട്ടെന്നൊരു മിന്നൽ കിട്ടിയാൽ മതി അവർക്ക്. അതുപോലെ പക്ഷെ അങ്ങനെ ഒന്ന് അന്താളിക്കാൻ പോലും നിൻ്റെ ദൈവം ആഗ്രഹിക്കാത്ത കൊണ്ടാണ് നിനക്ക് അമ്മയെ തക്ക സമയത്ത് തക്ക സ്ഥാനത്ത് ദൈവം തന്നത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ സ്തുതി ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ അമ്മയാമേയും നിർമ്മല സ്നേഹരും നമ്മളോടൊപ്പം ഉണ്ടീവലേ. അമ്മയാമേയും നിർമ്മല സ്നേഹരും നമ്മളോടൊപ്പം ഉണ്ടീ
സ്വർഗം തുറക്കുന്ന പാവനബലി നാം ഒന്നു ചേരുന്നതെന്തു ഭാഗ്യം. ഈ ജന്മം ബലിയായി നൽകാൻ ഞങ്ങൾ അറിയുന്നു. നിൻ മുൻപിൽ സ്നേഹമോടെ കൈകൾ കൂപ്പുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കൾ, നിങ്ങളൊന്ന് സ്നേഹത്തോടെ ഒന്ന് ശ്രദ്ധിച്ച ഞാൻ പറഞ്ഞത്. ഞാൻ എന്താ പറഞ്ഞത്? അതായത് നമ്മൾ ഒന്ന് അന്താളിക്കാൻ പോലും നിൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആ വിങ്ങി തീർന്നു പോയി എന്ന് ആ സമയത്ത് അറിഞ്ഞാൽ ആ മനുഷ്യൻ അന്താളിക്കും. ആ ഒരു അന്താളിപ്പ് നമ്മുടെ ഉള്ളിലെത്തും മുമ്പ് തന്നെ ദൈവം അമ്മയെ അവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. ദിസ് ഈസ് ദ സീറ്റിംഗ് ഓഫ് ദ ഫാമിലി. ഒരു ഫാമിലിയുടെ, ഒരു കുടുംബത്തിൻ്റെ ദൈവക്രമം എന്താണ്? ഫാമിലി രൂപപ്പെടുന്ന മുമ്പേ അമ്മയെ അവിടെ ദൈവം അതിൻ്റെ ഒരു ഘടകമായി ക്രമീകരിക്കുന്നു. ഒരു മണവാളിനും മണവാട്ടിയും അവർ ജീവിതം കൊണ്ട് പ്രതിജ്ഞ ചെയ്ത് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് കുടുംബത്തെ കുടുംബമാക്കുന്ന, കുടുംബത്തിൻ്റെ എല്ലാ ആകുലതകളും എല്ലാ ആശങ്കകളും സംഭവിക്കാൻ പോകുന്ന അന്താളിപ്പുകളെ നേരത്തെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അവരറിയാതെ അതിന് പരിഹാരം ചെയ്യാൻ അമ്മയെയാണ് ആദ്യം ആ കുടുംബത്തിലെ ദൈവം സ്ഥാപിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ സ്ഥാപനമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സ്വർഗം തുറക്കുന്ന പാവനബലി നാം ഒന്നു ചേരുന്നതെന്തു ഭാഗ്യം. സ്വർഗം തുറക്കുന്ന പാവനബലി നാം ഒന്നു ചേരുന്നതെന്തു ഭാഗ്യം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തോട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ദൈവപൈതലെ നീ ദൈവസ്നേഹത്തോടെയാണ് അതിനെ സമീപിക്കേണ്ടത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ഈ കുടുംബക്രമീകരണമില്ലേ, അമ്മ ആദ്യം സ്ഥാപിച്ചുകൊണ്ട് അവിടുത്തെ ആശങ്കകളെ വിവേചിച്ച് ഒരു ചെവി അറിയാതെ അപമാനങ്ങളെ വരുത്താതെ അഭിമാനത്തെ സംരക്ഷിച്ചുകൊണ്ട് ഉള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമല്ലേ, അത് ദൈവത്തിൻ്റെ നന്മയാണ്. ദൈവം എന്താ അങ്ങനെ ചെയ്യണത്? അതായത് അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള ഒരു അപമാനത്തെ അങ്ങ് അത് അനുഭവിക്കുന്ന മുമ്പ് തന്നെ ദൈവം ഏറ്റെടുക്കുക. ഇതിന് എന്താ നമ്മൾ പറയണത്? അത് ദൈവത്തിൻ്റെ നന്മയാണ്. നന്മ, കാര്യം നമ്മളുടെ നന്മയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ നന്മയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇപ്പം നിയമാവർത്തന പുസ്തകമില്ലേ, നിയമാവർത്തന പുസ്തകത്തിൻ്റെ 4:40 വായിക്കുമ്പോൾ അതിമനോഹരമായൊരു വചനമുണ്ട്. നിയമാവർത്തന പുസ്തകം 4:40. അതായത് ആഖിയാൽ നിങ്ങൾ, ഏറ്റുപറഞ്ഞ മക്കളെ, ആകയാൽ നിങ്ങൾ നിങ്ങളുടെ സന്തതികൾക്കും നിങ്ങളുടെ സന്തതികൾക്കും ആകയാൽ നിങ്ങൾക്കും
ആകയാൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകുവാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി തരുന്ന ദേശത്ത് ദീർഘകാലം വസിക്കാനും വേണ്ടി ദൈവത്തിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുവിൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. അപ്പോഴേ ഈ നിയമാവർത്തനം 4:40 ഉടമ്പടിയുടെ ഒരു മർമ്മം. എന്താണ്? നന്മയുണ്ടാവുക. ആർക്കൊക്കെയാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ സന്തതികൾക്ക് നന്മയുണ്ടാവുക. അതാരാ ആഗ്രഹിക്കണത്? ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ അമ്മയെ കൊണ്ടുവന്ന് അവിടെ വീഞ്ഞ് തീർന്നു പോകുന്ന മുമ്പ് തന്നെ ആ അന്താളിപ്പ് വീട്ടുകാരൻ അനുഭവിക്കുന്ന മുമ്പ് തന്നെ ആ വിഷയത്തിൽ സമാധാനം ഉണ്ടാകുന്നതാണ് നന്മ എന്ന് പറയുന്നത്. ഈ നന്മ ഉണ്ടാകാൻ വേണ്ടിയാണ് മറിയത്തെ ഒരു ഭവനത്തിൽ ദൈവം സ്ഥാപിക്കുന്നത്. നന്മയുണ്ടാകാൻ ഉടമ്പടി അതാണ് ചെയ്യണത്. നിങ്ങളുടെ കുടുംബത്തിൽ മറിയത്തെ സ്ഥാപിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാൻ വേണ്ടി. എന്താ അങ്ങനെ പറയാൻ കാര്യം വെച്ചാൽ, പഴയ നിയമത്തിലെ ദൈവം എന്താ പറയണത്? നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാൻ വേണ്ടി അവിടുത്തെ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കുക. അതാണ് പഴയ നിയമത്തിലെ നിയമാവർത്തനത്തിലെ ദൈവ മനസ്സ്. പുതിയ നിയമത്തിൽ അത് പറയണത് ആരാണ്? അമ്മയാണ് പറയണത്. എന്താ പറയണത്? നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ വേണ്ടി അവൻ പറയണത് പോലെ ചെയ്യുക എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഇപ്പം യോഹന്നാൻ 2:5 ഇല്ലേ? നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ വേണ്ടി അവൻ പറയണത് പോലെ ചെയ്യുക. എന്താ അവൻ പറയണത്? അവൻ പറയണത് ഈ യോഹന്നാൻ 2:5 അവൻ പറയണ പോലെ ചെയ്യുക എന്നുള്ള യോഹന്നാൻ 2:5 നമ്മൾ നേരത്തെ വായിച്ച നിയമാവർത്തനം 4:40 സെയിമാണ്. രണ്ടിൻ്റെ ഉദ്ദേശം എന്താണ്? നന്മയുണ്ടാവുകയാണ്. അതിൽ പുതിയ നിയമത്തിൽ നന്മയുണ്ടാകാൻ എന്താണ് ചെയ്തിരിക്കുന്നത്? മറിയത്തെ അവിടെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. മറിയമാണ് പറയണത് അവിടുത്തെ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാൻ. എന്ത് തീർന്നു പോയാലും എന്തില്ലായ്മ ഉണ്ടായാലും ഉടമ്പടി ചെയ്തുകൊണ്ട് അവിടുത്തെ ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ട് അവിടുത്തോട് ഒട്ടിച്ചേരാൻ വേണ്ടി മറിയത്തെ ദൈവം നന്മയുടെ സൗഭാഗ്യ ചിഹ്നമായി കുടുംബത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. നമ്മുടെ ഭാരം ജീവിത ക്ലേശവും സമ്മാനമായി ഏറ്റുവാങ്ങി നമ്മിലൊരാളും മുറിയാതിരിക്കുവാൻ നമ്മുടെ കുഞ്ഞാടും യാഗമായി നമ്മിലൊരാളും മുറിയാതിരിക്കുവാൻ നമ്മുടെ കുഞ്ഞാടും യാഗമായി. സ്നേഹമോടെ ഈ നന്മ ഒരു വൺ ടൈമായിട്ട് നടക്കുന്ന സംഭവങ്ങളല്ല. ഉടമ്പടിയുടെ വ്യത്യാസം അതാണ്. ഉടമ്പടി 2 കാര്യങ്ങളെ, അനുഗ്രഹത്തിൻ്റെ 2 തട്ടകങ്ങളെ ഉടമ്പടി സ്പർശിക്കുന്നുണ്ട്. അത് എന്താണ്? ഒരു ഇൻസിഡൻറ്റ് ഹാപ്പൻ ചെയ്യാൻ, ഒരു സംഭവം നടക്കാൻ. ഇപ്പോൾ എന്താ ഒരു സംഭവം? ഇപ്പോൾ ഇതൊരു ഇവൻ്റാണ്. ഉടമ്പടി ആരാധന നടക്കുകയാണ്. ഇതൊരു ഇവൻ്റാണ്. ഈ സംഭവം നടക്കാൻ 2 സ്പേസ് വേണം. എന്ത് വേണം? ഒരു ടൈം വേണം.
ടൈമെന്ന് പറയണത് ഇപ്പോൾ ആഗസ്റ്റ് 17-ാം തീയതി 11:30 മണിക്ക് ഒരു ടൈമാണത്. അതാണ് ഉടമ്പടി ധ്യാനം നടക്കുന്ന സമയം. എൻ്റെ സ്പേസ് ഉണ്ട്, ഇതിനൊരു സ്പേസ് ഉണ്ട്. എല്ലാ ഇൻസിഡൻറ്റിനും ഈവൻസിനും 2 ഘടകങ്ങളുണ്ട്. എൻ്റെ സ്പേസ് എന്താണ്? കൃപാസനമാണ് ഇതിൻ്റെ സ്പേസ്, സ്ഥലവും സമയവും, ഡേറ്റ് ആൻഡ് ടൈം, ഡേറ്റ് ആൻഡ് പ്ലേസ് ആൻഡ് ടൈം. ഒരു ഈവൻറ്റിൻ്റെ കാര്യമാണ് ഇത്. ഇനി നമ്മൾക്ക് ഈവൻറ്റിനെ വേണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ഈവൻറ്റിനെ മാത്രം ബ്ലെസ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ദീർഘകാലത്തെ അങ്ങ് ബ്ലെസ് ചെയ്തെടുക്കാം. ഉടമ്പടിയും സാധാരണ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. സാധാരണ പ്രാർത്ഥന നിങ്ങളൊരു സ്വർഗസ്ഥനായ പിതാവ് ചെല്ലുന്നു എവിടെ, അപ്പോൾ ആ ടൈം അങ്ങോട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഇൻ്റർവ്യൂ അതങ്ങ് ബ്ലെസ് ചെയ്തെടുക്കും. പക്ഷേ ഇൻ്റർവ്യൂ ബ്ലെസ് ചെയ്തുകൊണ്ട് മാത്രം ആയില്ലല്ലോ. ഇൻ്റർവ്യൂ കഴിഞ്ഞ് അതിനുശേഷം സ്ക്രൂട്ടണിക്ക് ഷോർട്ട് ലിസ്റ്റ് ഇടണ്ടേ? ഈ ഷോർട്ട് ലിസ്റ്റ് ഇടുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. നിങ്ങളെക്കാൾ യോഗ്യരായ ആൾക്കാർ നിങ്ങളെക്കാൾ മുമ്പിൽ വരും. ഇനി ചില സമയത്ത് സാക്ഷ്യം പറയണ്ടേ, അച്ഛാ എനിക്ക് മെഡിക്കൽ സീറ്റ് കിട്ടിയില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞാൻ 4 മാസം വെയിറ്റ് ചെയ്തു. 4 മാസം വെയിറ്റ് ചെയ്തേ. കാര്യത്തിൽ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ പള്ളിയിൽ സഹായിക്കുന്ന ഒരു ഡോക്ടർ, ഇടവക്കാരൻ തന്നെയാണ്, അദ്ദേഹത്തിന് മെഡിക്കൽ സീറ്റ് കിട്ടാഞ്ഞൊരു കാലമുണ്ട് 96 ഡോക്ടർ വർഗീസ്. അപ്പോൾ അതിനെ കിട്ടാതിരുന്നപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, അച്ഛാ എൻ്റെ കാശില്ല, എൻ്റെ ഫാദറിനും കാശില്ല. പക്ഷെ ഭയങ്കര കാശുകാർ വന്നാണ് സീറ്റെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോണത്. അതെല്ലാം മാനേജ്മെൻറ്റ് സീറ്റാണ്. മറ്റേ സീറ്റ് വാങ്ങിക്കാൻ ഞാൻ എലിജിബിൾ അല്ല. എന്നിട്ട് ഞാൻ അവൻ്റെ നെഞ്ചത്ത് അന്ന് ഞാൻ പീച്ചിലിനെ തടമെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടവക പരിപാടി കഴിഞ്ഞ് വൈകുന്നേരം അപ്പോൾ പള്ളിത്തോട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ മുഴുവനും ചെളിയായിരുന്നു, പീച്ചിലിന് തടം വെക്കണം. അപ്പോൾ സമയത്ത് തയ്യലിൻ്റെ ഒരു തൈത്തങ്ങ ഉണ്ടായിരുന്നു. തൈത്തങ്ങിൻ്റെ ഞാട്ടയിൽ ഞാൻ എൻ്റെ കൈ തുടച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. എന്നിട്ട് ഇവൻ്റെ ബട്ടൺസ് ഊരി ഞാൻ ഈ വർഗീസിൻ്റെ നെഞ്ചത്ത് കൈവച്ചിട്ട് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞ്. ഓമനപ്പുഴക്കാരനാണ് നമ്മുടെ ഇവിടുത്തെ. ഇപ്പം ഞങ്ങളുടെ അടുത്ത ഇടവല താമസിക്കും, ഞാൻ നേരത്തെ ഇരുന്ന ഇടവകയിൽ. അപ്പോൾ അത് ഞാൻ നീ വെയിറ്റ് അപ്പോൾ എനിക്ക് കർത്താവ് തന്നൊരു ഐഡിയ വെയിറ്റ് ചെയ്യാൻ പറയാനാണ്. പക്ഷേ വെയിറ്റ് ചെയ്യാൻ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറയാവുന്നല്ലാതെ അതിനുള്ള കാരണങ്ങളില്ല. സീറ്റ് ഓൾറെഡി ഫില്ലായി. പിന്നെ അതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഒരു ഗ്രീൻ കാർഡ് വരുന്നുണ്ട്, അത് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഗ്രീൻ കാർഡ് കർത്താവ് കാണിച്ചു തന്നതാണ്. എന്ത് ഗ്രീനാണ് അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത് എനിക്കറിയത്തില്ല. കർത്താവ് കാണിച്ചു. പക്ഷേ ഈ വർഗീസ് എന്ന ഒരു പയ്യനാണ് ഓരോരുത്തരും പോയി വേറെ പഠനങ്ങൾക്കൊന്നും പോകാതെ ഈ ഗ്രീൻ കാർഡ് നോക്കിയിരിക്കുക. ഇതിനാണ് നമുക്ക് പ്രത്യാശ എന്ന് പറയണത്. കർത്താവ് പറഞ്ഞ വിഷയത്തിൽ വാക്കിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ടിരിക്കും. അവസാനം എ.കെ. മുഖ്യമന്ത്രി ആൻ്റണി ഈ 4 മാസം കഴിഞ്ഞപ്പോൾ ഫിഷർമെന്നിന് മാത്രം വേണ്ടി പ്രത്യേക പാക്കേജ് ഇറക്കി. അതിന് ഗ്രീൻ കാർഡെന്നാണ് വിളിക്കണത്. നോക്കി 90 ദിവസം മുമ്പാണ് ഈ മെസ്സേജ്, ഗ്രീൻ കാർഡിൻ്റെ മെസ്സേജ് വരണത്. ഇന്ന് അദ്ദേഹം MD എടുക്കുമ്പോഴും, മസ്കലിൽ ഡോക്ടറാണ് ഇപ്പോൾ, MD എടുക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ അമ്മയും വൈഫും വന്ന് ഉടമ്പടി എടുത്ത്. കാര്യം MDക്ക് നേരത്തെയുള്ള പല സർട്ടിഫിക്കറ്റുകളും കിട്ടുന്നില്ലായിരുന്നു. സർട്ടിഫിക്കറ്റുകൾ വിത്ത് ഹെൽഡായിപ്പോയി, അത് കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് MD എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ എന്ത് ചെയ്ത് വൈഫ് അമ്മയും കൂടി വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ്, ഉടമ്പടി എടുത്ത് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് എല്ലാം റിലീസായി. ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഇൻസിഡൻറ്റ് പറയുമ്പോൾ ഒരു അനുഗ്രഹത്തിന് അതിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഘട്ടമുണ്ട്. നമ്മൾ ആദ്യ ഘട്ടം പരീക്ഷയ്ക്ക് പ്രാർത്ഥിച്ചാൽ പോരാ സംഭവം. ഈ പ്രാർത്ഥന ദീർഘകാലം നിലനിൽക്കണം. ദീർഘകാലം നിലനിൽക്കാൻ ഒരു സിംഗിൾ പ്രെയറിന് പറ്റത്തില്ല. കാര്യം എന്താണ്, നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പിന്നെ ആ സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ വിദ്യകളുണ്ടായി പോകാം. ചിലപ്പോൾ നമുക്ക് മുമ്പേ ആൾക്കാർ നമ്മളെക്കാൾ യോഗ്യർ വന്ന് ആ സീറ്റ് ഫില്ലാക്കി കളയും. പിന്നെ നമ്മളെ പുറത്തായി പോകും. നമുക്ക് യോഗ്യതയുണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റാണ്, പക്ഷേ നമ്മളെക്കാൾ യോഗ്യതയുണ്ട്, സീറ്റിൻ്റെ എണ്ണം കുറവാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു അനുഗ്രഹം ഒരിക്കലും അറ്റ് എ ടൈം കൊണ്ട് ഒരു സമയം കൊണ്ട് വർക്ക് ചെയ്യത്തില്ല. അത് എന്നാണ് തീരണത് ആ കാലങ്ങളെല്ലാം ദീർഘകാലം. ഈ ദീർഘകാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് വിഷയമാണ്. ദീർഘകാലത്തിന് പാക്കേജുകളൊന്നുമില്ല. അതിന് ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കുക എന്നുള്ള ഉടമ്പടി മാത്രമേ ഉള്ളതിന്. അതാണ്
ഇത് അതുകൊണ്ടാണ് നിയമാവർത്തനം പറയണത്. എന്താ പറയണത്? 4:40 ആകയാൽ ഇത് പറഞ്ഞേ, ആകയാൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി തരുന്ന ദേശത്തെ ദീർഘകാലം വസിക്കാനും വേണ്ടി കർത്താവിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുവേൻ. കർത്താവിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കാനും പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഉടമ്പടി ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്തിനു വേണ്ടിയാണ്? നന്മയുണ്ടാകാൻ. പക്ഷെ നന്മയുടെ പ്രശ്നം എന്താണ്? ചെറിയൊരു ടൈമിന് നമുക്ക് നന്മ കിട്ടിയിട്ട് കാര്യമില്ല. കാര്യം പല വിഷയങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേറ്റ് ചെയ്ത് കിടക്കുന്ന കാരണം കുറേ കാലത്തേക്ക് വേണം നമുക്ക് നന്മ വേണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി അല്ലാതെ വേറെ ഓപ്ഷനില്ല. കുറേ കാലത്തേക്ക്. ഇപ്പം എന്താണ് അത്? MD പരീക്ഷ എഴുതിയാൽ മാത്രം പോരാ. ഇനി അപ്ഗ്രഡേഷൻ വരണമെന്നുണ്ടെങ്കിൽ ആ കോളേജിൽ തന്നെ ആ വിഷയത്തിന് കോമ്പറ്റൻ്റ് ആയിട്ടുള്ള മറ്റ് ഡോക്ടേഴ്സ് ഏതെങ്കിലും അമേരിക്കയിൽ നിന്ന്, ഇപ്പോൾ അദ്ദേഹം മസ്കറ്റിലാണ്, അമേരിക്കയിൽ നിന്ന് ജർമ്മനിയിൽ നിന്ന് വേറെ ഡോക്ടേഴ്സ് വന്ന കോമ്പറ്റീഷൻ ആയിപ്പോയി. അപ്പോൾ പിന്നെ എന്ത് പറ്റും? പ്ലേസിനുള്ള അനുഗ്രഹം വേണം. എന്താണ് പ്ലേസ്? അത് നിസ്സാര കാര്യമല്ല. എവിടെയാണ് ആയിരിക്കുന്നു ആ സ്ഥലത്ത് തന്നെ ആകണമെന്നുണ്ടെങ്കിൽ പ്ലേസ് ഉണ്ട്, സ്ഥലമുണ്ട്. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്, ശാശ്വതമായ നിങ്ങൾക്ക് ശാശ്വതമായ ദേശത്ത്, ഒരു സ്ഥലത്ത് ദീർഘകാലം. ചില ആൾക്കാർക്ക് ജോലി കിട്ടും, പ്രൊജക്റ്റ് കഴിയുമ്പോൾ അവർ വീട്ടിൽ പോരും. 5 കൊല്ലമേ ഉള്ളൂ, ശാശ്വതമല്ല. ജോലി കിട്ടി, പക്ഷേ മിക്കവാറും അടുത്ത കൊല്ലം പിരിയേണ്ടി വരുമെന്ന് പറയും. ശാശ്വതമല്ല. അപ്പം ഈ ശാശ്വതമായ കാര്യങ്ങൾക്ക് നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ റിട്ടയർ ചെയ്യുകയാണ്, പക്ഷേ ഇളയ മകളെ കെട്ടിക്കാനുള്ള കാശ് ആയിട്ടില്ല. 2 പെൺകുഞ്ഞുങ്ങളെ കെട്ടിച്ച് വിട്ടു, അവിടെ കാര്യങ്ങളെല്ലാം എടുത്തെങ്കിലും ഇനിയിപ്പോൾ റിട്ടയർ ആകും. അപ്പോൾ കുഞ്ഞിനെ കൊച്ചിൻ്റെ കാര്യം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വേറെ ഒരു ജോലി കിട്ടിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളാണ്. ഇതിന് ശാശ്വതമായ സ്ഥലങ്ങൾ വേണം നമുക്ക്. ശാശ്വതമായ സ്ഥലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരവും ശാശ്വതവുമായ സ്ഥലങ്ങൾ. അപ്പോൾ ദൈവം ബ്ലെസ് ചെയ്യണത് സ്ഥലത്തെയും ബ്ലെസ് ചെയ്യും, ടൈമിനെയും ബ്ലെസ് ചെയ്യും. ഈ ടൈമും സ്ഥലവും ബ്ലെസ് ചെയ്യുന്നതിനാണ് നമ്മൾ ദീർഘകാലം എന്ന് പറയണത്. ശാശ്വതമായ സ്ഥലവും ദീർഘമായ കാലവും. ഇതിനെന്താ ചെയ്യേണ്ടത്? അവിടുത്തെ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കുക. അതാണ് നിയമാവർത്തനം 4:40. ഇത് അമ്മ വളരെ ചുരുക്കി പറയണത് കാര്യമാണ്. എന്താണ്? നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ എന്ത് ചെയ്യണം? അവൻ പറയണത് പോലെ ചെയ്യാൻ. ആര്? ഈശോ പറയണത് പോലെ ചെയ്യാൻ. അപ്പം അതിനകത്ത് ചട്ടങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഈശോ പറയണ പോലെ ചെയ്യാൻ. അത് നമ്മളപ്പോൾ ഉടമ്പടിയിലൂടെ എന്താ ചെയ്യണത്? ഈശോയുമായിട്ട് നമ്മളെ അങ്ങ് ഈ കർത്താവ് പറയണ പോലെ ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ഉടമ്പടി നിങ്ങളെ എന്ത് ചെയ്യുന്നു? ഈശോയുമായി കൂട്ടിച്ചേർക്കുന്നു. ഇങ്ങനെയാണ് വരാനുള്ളത്. അതായത് ഉടമ്പടി എന്താ ചെയ്യണത്? അതുകൊണ്ടാണ് ഉടമ്പടിയെക്കുറിച്ച് പുസ്തകം എഴുതിയപ്പോഴേ ആ പുസ്തകത്തിൻ്റെ അവതാരിക KCBCയുടെ തിയോളജിക്കൽ കമ്മീഷൻ പ്രസിഡൻ്റാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? ഉടമ്പടി ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ഞാനിവിടുത്തെ ദൈവമേ, പിതാവ് ഈ പുസ്തകം വായിച്ചപ്പോൾ എത്ര പെട്ടെന്ന് അതിൻ്റെ കാമ്പ് അങ്ങോട്ട് പിതാവിന് മനസ്സിലായത്. അതായത് ഉടമ്പടി ക്രിസ്തു കേന്ദ്രീകൃതമാണെന്ന്. അതായത് ഉടമ്പടി ആരും തെറ്റിദ്ധരിക്കേണ്ട അമ്മയിലേക്കുള്ള കേന്ദ്രീകൃതമാണെന്നല്ല. അമ്മ വഴി ക്രിസ്തുവിനോട് കേന്ദ്രീകൃതമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഉടമ്പടി ദൈവ മനസ്സാണ്. എന്താ കാര്യം? യേശു പറഞ്ഞില്ലേ, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാകുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ.